ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊമെന്റം, ഇമ്പൾസ് ആൻഡ് കൊളിഷൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 3 വീഡിയോ ആണിത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JP തിയറം, അല്ലെങ്കിൽ മൊമെന്റം ഇമ്പൾസ് തിയറം ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. അതേപോലെ ഇമ്പൾസിന്റെ ഒരു കൺസെപ്റ്റും കൂടി ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്, കൺസെപ്റ്റ് അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊമെന്റും കൈനറ്റിക് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം എഴുതാം. പ്രോബ്ലം ഇതാണ്: എ ball with a mass of 0.4 kilogram is thrown onto a wall. It is moving horizontally to the left at 30 meters per second. When it hits the wall, it rebounds horizontally to the right with velocity 20 meters per second. Find, question A ആണ്, impulse of net external force on the ball during its collision with the wall. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ്. If the ball is in contact with the wall for 0.01 second, find the average horizontal force that wall applies on the ball during the impact. അപ്പൊ ഈ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രോബ്ലത്തിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? എ ബാൾ വിത്ത് മാസ് ഓഫ് 0.4 കിലോഗ്രാം. അപ്പൊ ഞാൻ എടുത്തിട്ട് ഒരു ബാൾ എടുത്തിട്ടുണ്ട്. ആ ബാളിന്റെ ഭാരം m equal to 0.4 കിലോഗ്രാം എന്ന് അടയാളപ്പെടുത്തി. ഓക്കെ, ത്രോൺ ഓൺ ടു എ വാൾ, അതൊരു ചുമരുമ കയറിയാണ് ചെയ്തത്. എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ആയിട്ടാണ് എറിഞ്ഞത്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ. അപ്പൊ ഹൊറിസോണ്ടലി ആയിട്ടാണ് എറിഞ്ഞത്. ടു ദി ലെഫ്റ്റ് എന്ന് പറഞ്ഞത്, അത് ലെഫ്റ്റിക്കാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഒരു വാൾ വരച്ചിട്ടുണ്ട്, ഇത് വാളാണ്. അത് ബോള് അതിന്റെ റൈറ്റ് സൈഡ് ഉണ്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബോള്. ഓക്കെ, അതിന്റെ വെലോസിറ്റി വന്നിട്ടുണ്ട് വാളിന്റെ v equal to 30 meters per second. ലെഫ്റ്റിക്ക് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ വെലോസിറ്റി -30 meters per second. ഓക്കെ, when it hits the wall, ആ ഒരു വാളുമ്മൽ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിബൗൺസ് ഹൊറിസോണ്ടലി അതെന്ത് ചെയ്യും? റിബൗൺസ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്കാണ് തട്ടിയെങ്കിൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കാണ് വന്നത്. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് എന്ത് ചെയ്യും? റിബൗൺസ് ചെയ്യും, അല്ലെങ്കിൽ തട്ടിത്തെറിക്കും. ഹൊറിസോണ്ടലി തന്നെയാണ്. ടു ദ റൈറ്റ് വിത്ത് വെലോസിറ്റി 20 meters per second. അപ്പൊ എന്ത് ചെയ്തു? ആദ്യം വന്ന വെലോസിറ്റിയിലല്ല, കുറച്ച് വെലോസിറ്റി കുറഞ്ഞിട്ട് എന്ത് ചെയ്തു? കാര്യങ്ങളൊക്കെ അറിയാലല്ലേ, റീബൗൺസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ: ഇമ്പൾസ് ഓഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദി ബോൾ ഡ്യൂറിങ് ഇറ്റ്സ് കൊളിഷൻ വിത്ത് ദ ബോൾ. അപ്പം നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. എന്തിന്റെ നെറ്റ് ഫോഴ്സ് അല്ല, ഇമ്പൾസ് കണ്ടുപിടിക്കണം. ഓഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇമ്പൾസ് കണ്ടുപിടിക്കണം. ഓൺ ദി ബോൾ ഡ്യൂറിങ് ഇറ്റ്സ് കൊളിഷൻ വിത്ത് ദ ബോൾ, അതായത് ഈ ഒരു വാളുമ്മൽ ഇടിക്കുമ്പോണ്ടായ ഇമ്പൾസ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈ ഒരു ബാള് ഈ ഒരു ചുമരുമ്മല് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് തിരിച്ചു എക്സേർട്ട് ചെയ്യും. അല്ല, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് തിരിച്ചു എക്സേർട്ട് ചെയ്യും. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൺ ദി ബാൾ എന്നാണ്. അതായത് ഈ ചുമര് ഈ ബാൾ നമുക്ക് എക്സേർട്ട് ചെയ്ത ഇമ്പൾസ് എന്താണെന്നുള്ളതാണ്. അതായത് എത്രത്തോളമാണ് പ്രഹരിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് എന്ത്? അക്കോർഡിംഗ് ടു JP തിയറം അല്ലെങ്കിൽ ഇമ്പൾസ് മൊമെന്റം തിയറം എന്താണ്? J equal to delta P, അല്ലെങ്കിൽ J equal to P2 minus P1. ഇതിൽ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊളൈഡ് ചെയ്ത് വാളായിട്ട് ഈ ഒരു ബോൾ കൊളൈഡ് ചെയ്തതിന് ശേഷമുള്ള മൊമെന്റ് ആണ്. P1 എന്ന് പറഞ്ഞാൽ കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മൊമെന്റും. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ എഴുതാം. P1 കണ്ടുപിടിക്കുക. ആദ്യം J കണ്ടുപിടിക്കണം കേട്ടോ. J ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു ചുമര് ഈ ഒരു ബോൾ നമുക്ക് എത്രത്തോളം ഇമ്പാക്ട് കൊടുത്തു, എത്രത്തോളം പ്രഹരിച്ചു, ആ കാര്യം നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം തന്നെ P1 കണ്ടുപിടിക്കാം. P1 equal to
P1 ഈക്വൽ ടു എന്താണ് m ഇൻറ്റു V1. m എന്താണ് 0.4 കിലോഗ്രാം. അതേപോലെ V1 എന്താണ് ഇൻറ്റു -30 മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ ആൻസർ -12 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതാണല്ലോ അതിന്റെ മൊമെന്റം. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം കിട്ടി. ഇനി എന്ത് ചെയ്യാണ്? ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കണം. ഫൈനൽ മൊമെന്റം എന്താണ്? P2 ആണ്. അതായത് കൊളയുടെ ശേഷമുള്ള മൊമെന്റം. എന്താണ്? മാസ് മാറില്ല, 0.4 കിലോഗ്രാം തന്നെയാണ്. ഒരു വസ്തു ഒരു സാധനത്തിൽ ഇടിച്ചു കഴിച്ചതിന്റെ മാസിൽ എന്താണ് ഇപ്പൊ പൊടിഞ്ഞെങ്കിൽ പൊട്ടിപ്പോയെങ്കിൽ മാത്രമേ മാസിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ല ഞാൻ ഓബ്ജക്റ്റിന് ആ ഒരു മാസ് ഉണ്ടാവും. മാസം എന്തായിരിക്കും? മാറൂല. 0.4 തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. പിന്നെ എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. അപ്പൊ 20 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ 8 ആണ്. 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മളെ ഫൈനൽ മൊമെന്റം 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. J ഈക്വൽ ടു P2 മൈനസ് P1 ആണല്ലോ. P2 എന്താണ്? 8 ആണ്. ഒരു മൈനസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇക്വേഷനിലും ആൻസറിലും മൈനസ് ഉണ്ട്. അപ്പൊ ഒരു മൈനസ് ഇട്ട് കൊടുത്തു. പ്ലസ് 12 which is equal to ഈ നെഗറ്റീവ് കട്ടായി പോയി 8 പ്ലസ് 12. 8 12 കൂട്ടിയാൽ 20 ആണ്. അതായത് 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇമ്പൾസ് എത്ര എന്നുള്ളതിന്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇഫ് ദ ബോൾ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വാൾ ഫോർ 0.01 സെക്കൻഡ്. അതായത് ബോൾ വന്നിട്ട് ഇടിച്ചപ്പോ കോണ്ടാക്റ്റിൽ നിന്ന സമയം, ഇടിച്ച് തെറിച്ചു പോയിട്ടുണ്ട്. അപ്പൊ കോണ്ടാക്റ്റിൽ നിന്ന സമയം എന്ന് പറയുന്നത് 0.01 സെക്കൻഡ് ആണ്. അങ്ങനെ ഫൈൻഡ് ദ ആവറേജ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ദാറ്റ് ബോൾ അപ്ലൈസ് ഓൺ ദി ബോൾ ഡ്യൂറിങ് ദി ഇമ്പാക്ട്. അതായത് ഈ ഒരു ബാളുമേൽ എത്രത്തോളം ഫോഴ്സ്, ആവറേജ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്ര ചോദിച്ചത്, അത് ഇമ്പൾസ് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സമയം തന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് ഇമ്പൾസിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഇത് ക്വസ്റ്റ്യൻ എന്റെ ആൻസർ ആണ്. ബിന്റെ ആൻസർ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താണ്? J ഈക്വൽ ടു F ഇൻറ്റു ടി അല്ലെ. നമുക്ക് വന്ന ടൈം എത്രയാണ്? ഈ ഒരു വാളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ടൈം T ഈക്വൽ ടു 0.01 സെക്കൻഡ് ആണ്. അപ്പൊ എന്താണ്? J ഈക്വൽ ടു F ഇൻറ്റു ടി ആണല്ലോ അല്ലെ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ F ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇമ്പൾസ് അല്ല, പറഞ്ഞു മാറിപ്പോയതാണ്. ഇമ്പൾസ് അല്ല, F ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് F. അതായത് ഇമ്പൾസ് കാരണമായിട്ടുണ്ടായ ഫോഴ്സ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ F കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടീനെ അടിയിൽ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, F ഈക്വൽ ടു J ഡിവൈഡഡ് ബൈ ടി ആയിട്ട് മാറും. ഓക്കെ, കാര്യം വ്യക്തമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ്. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യം ഈ ഇമ്പൾസ് കാരണമായിട്ട് ഉണ്ടായ ഫോഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മാറിപ്പോയത് കേട്ടോ. ഓക്കെ, അപ്പൊ J ഈക്വൽ ടു F ഇൻറ്റു ടി. ഈ F എന്താണ്? J ഡിവൈഡ് ബൈ ടി എന്നിട്ടുള്ള എഫിനുള്ള ഇക്വേഷൻ കിട്ടി. J എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അവിടെ 20 എന്ന് കൊടുത്തു. 20 ഡിവൈഡഡ് ബൈ നമുക്കുള്ള ടൈം എത്രയാണ്? 0.01 സെക്കൻഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടും. എന്താണ് അടുത്ത ഫോഴ്സ് എന്നുള്ളത്. അത് നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് മുകളിലും അടിയിലും ആണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇൻറ്റു 100. അപ്പം ഈ ഒരു പോയിന്റ് അങ്ങോട്ട് ചാടൂലേ, നമുക്ക് അറിയാലോ ഹരിക്കാൻ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 2000 ന്യൂട്ടൺ ആണ് അവിടെ ആ ഒരു ബാളുമേൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രോബ്ലം. നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു? ഇമ്പൾസ് വെച്ചിട്ടുള്ള ഇമ്പൾസിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു. അതേപോലെ തന്നെ JP തിയറം, ഇമ്പൾസ് മൊമെന്റം തിയറത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു. കൺസെപ്റ്റ് ബാക്കിയാക്കണം. പുതിയൊരു വീഡിയോയിലേക്ക് അടുത്ത പാർട്ട് വരാം. താങ്ക് യു.